നമസ്കാരം. എൻ്റെ പേര് ജി പരമേശ്വരൻ പിള്ള. ചരിത്രം എന്നെ ഓർക്കുന്നത് ബാരിസ്റ്റർ ജി.പി. പിള്ള എന്ന പേരിലാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നും തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ് നേതാവ് എന്നും ചിലരെന്നെ വിശേഷിപ്പിക്കുന്നു. എൻ്റെ കഥ കേവലമൊരു വ്യക്തിയുടെ കഥയല്ല, അത് ഒരു ജനതയുടെ ഉണർവിൻ്റെ, അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ പഠിച്ച ഒരു നാടിൻ്റെ കഥയാണ്. 1864 തിരുവനന്തപുരത്തെ പള്ളിപ്പുറത്താണ് എൻ്റെ ജനനം. മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ രാമയ്യങ്കാരിൻ്റെ ഭരണത്തിലെ അനീതികൾക്കെതിരെ ഞാൻ വെസ്റ്റേൺ സ്റ്റാർ എന്ന വാരികയിൽ ലേഖനങ്ങൾ എഴുതി. അതിൻ്റെ ഫലമായി എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ആ പുറത്താക്കൽ എൻ്റെ പോരാട്ടവീര്യത്തെ ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. അഭ്യസ്തവിദ്യരായ തിരുവിതാംകൂറുകാർക്ക് സർക്കാർ ജോലി നിഷേധിക്കുന്നതിനെതിരെ എൻ്റെ പേന വീണ്ടും ചലിച്ചു. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിൽ ഞാൻ എഴുതിയ തിരുവിതാംകൂറുകാർക്ക് എന്ന മുഖപ്രസംഗം ഒരു കൊടുങ്കാറ്റായി മാറി. എന്നാൽ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾക്ക് ശക്തിയില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് കേരള ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് ഞങ്ങൾ തുടക്കമിട്ടത്. 1891 ജനുവരി 1 ആ ദിനമോർക്കുക. തിരുവിതാംകൂറിലെ ജനങ്ങളുടെ ഒപ്പുശേഖരണവുമായി ഞങ്ങൾ മഹാരാജാവായ ശ്രീമൂലം തിരുനാളിന് മുന്നിലെത്തി. 10,028 പേർ ഒപ്പുവെച്ച ആ ഭീമഹർജിയാണ് ചരിത്രത്തിൽ മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെട്ടത്. അവകാശങ്ങൾക്കുവേണ്ടിയുള്ള കേരളത്തിൻ്റെ ആദ്യത്തെ സംഘടിത ശബ്ദമായിരുന്നു അത്. ആ ശബ്ദത്തിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനം. എൻ്റെ പോരാട്ടം തിരുവിതാംകൂറിൽ ഒതുങ്ങി നിന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഞാനും ഭാഗമായി. 1889 ബോംബെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഞാൻ 1894 മദ്രാസ് സമ്മേളനത്തിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ മലയാളിയായി. മദ്രാസ് മഹാജനസഭയുടെ സെക്രട്ടറിയായും ഞാൻ പ്രവർത്തിച്ചു. ലണ്ടനിലെ നിയമപഠനകാലത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു ഏടുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നൊരു യുവ അഭിഭാഷകൻ അവിടെയുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാരുടെയും ഇന്ത്യക്കാരുടെയും ദുരിതങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയ ലേഖനങ്ങൾ അദ്ദേഹത്തിന് വലിയ പ്രചോദനമായി. പിൽക്കാലത്ത് തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ പരാമർശിച്ച ഒരേയൊരു മലയാളി ഞാനായി. അതൊരു ചരിത്ര നിയോഗമായിരുന്നു. ഞാനൊരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു. മദ്രാസിൽ ഞാൻ മദ്രാസ് സോഷ്യൽ റീഫോം അസോസിയേഷൻ സ്ഥാപിച്ചു. എൻ്റെ എഴുത്തുകളിലൂടെയും ഞാൻ എൻ്റെ ആശയങ്ങൾ പങ്കുവച്ചു. റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ്, ഇന്ത്യൻ കോൺഗ്രസ്മെൻ, ലണ്ടൻ ആൻഡ് പാരീസ് ത്രൂ ഇന്ത്യൻ സ്പെക്ടക്കിൾസ് എന്നിവ എൻ്റെ പ്രധാന കൃതികളാണ്. 1903 39 വയസ്സിൽ എൻ്റെ ജീവിതയാത്ര അവസാനിച്ചു. ചെറുതായിരുന്നു എൻ്റെ ജീവിതം, പക്ഷേ ആ ഹ്രസ്വമായ ജീവിതം കൊണ്ട് ഒരു ജനതയിൽ അവകാശബോധത്തിൻ്റെ വിത്തുകൾ പാകാൻ എനിക്കു കഴിഞ്ഞു. ആ വിത്തുകളാണ് പിന്നീട് കേരളത്തിൽ വലിയ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വളമായത്. ഓർക്കുക, അനീതിക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് അതിന് സമ്മതം മൂളുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ശബ്ദം അതെത്ര ചെറുതാണെങ്കിലും അതിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും.